എൻ്റെ ആസിഫ് അലിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇവരോട് ചലഞ്ച് ചെയ്യണം, ഒരു പ്രൂഫ് ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ വിഷമത്തിലാണ്, കാരണം എനിക്ക് ഫാമിലി ഉള്ളതാണ്. ഇതിലുള്ളത് ചിത്രത്തിൻ്റെ ഡയറക്ടർ സയ്യിദ്നാഥ് പത്മകുമാർ, ചിത്രത്തിൻ്റെ നിർമ്മാതാവ് നൈസാം സലാം. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. സയ്യിദ്നാഥ് പത്മകുമാർ, സംവിധായകനാണ് ആഭ്യന്തര കുറ്റവാളിയുടെ. പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഡേറ്റോളം അനൗൺസ് ചെയ്തു. ഏപ്രിൽ 3 ആദ്യം വരാനിരുന്നത്, ഏപ്രിൽ 17 മാറിയത്. പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ പുറത്തു വരുന്നില്ല എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇനി ചിലർ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. കേൾക്കാം. അപ്പം എന്താണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം വിവേക് വിശ്വം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരാളുടെ പരാതിയുടെ മേളിലാണ് ഈ ചിത്രത്തിൻ്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത്. അപ്പം വിവേകിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിയിലേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിൻ്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് വന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതും ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരാണ്. പാർട്ട്നേഴ്സ് ഒന്ന് അജി മേഡയിലും പിന്നെ തൗഫീഖ് എന്ന് പറഞ്ഞ 2 പേരാണ് എനിക്കും ആസിഫിനും അഡ്വാൻസ് തന്നത്. എന്നാൽ അഡ്വാൻസ് തന്ന് 3 മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ നേരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യമായിട്ട് പരാതി അയക്കുന്നത്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ച് അവരത് ജെന്യുവിനാണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൈമാറി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക, ആൻഡ് അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്യുക എന്നാണ്. അങ്ങനെയാണ് ഞാൻ നൈസാമി കാണുന്നതും കഥ പറയുന്നതും. അപ്പം നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കേൾക്കുന്നു. ചേംബറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എഗ്രിമെൻറ്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തന്ന അഡ്വാൻസും ആസിഫിന് തന്ന അഡ്വാൻസും ഞങ്ങൾ തിരിച്ചിടുകയുണ്ടായി. ഈസി ഫ്ലൈറ്റേക്ക് തന്നെ അവരുടെ ജോയിൻ്റ് അക്കൗണ്ടാണ്, അതിലേക്കാണ് ഇട്ടത്. ആൻഡ് 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ എഗ്രിമെൻറ്റ് അവിടെ ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ചേംബറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. ആൻഡ് അതിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നതും അയാൾ മുടക്കിയ ഒരു തുകയുണ്ട്. അതായത് ആകെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിനും തന്ന അഡ്വാൻസ് ആണ്. അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെൻറ്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനൗൺസ് ചെയ്തു. അത് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് ഒളിച്ചു നിന്ന് ഷൂട്ട് ചെയ്ത സിനിമയല്ല. 45ഓളം ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം, ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത്. ഷൂട്ട് കംപ്ലീറ്റ് ആയി വൺസ് ഇത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരത്താണ് നമുക്കെതിരെ ആദ്യത്തെ പരാതി വരുന്നത്. അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത്. അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയിൽ ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് 1,55,00,000 രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ. അപ്പോൾ ഈ 1,55,00,000 ആര് വാങ്ങിച്ചു? ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിലെ തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറയുന്നു. അങ്ങനെ അയാളത് സമ്മതിച്ചിട്ടുമുണ്ട്. ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ ഇതെന്ന് കൊടുത്തു? 2020-നും 2022-നും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മളും വക്കീലിനെ വെച്ചു. ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീർ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾക്ക് 2022 മുതൽ ഈ തൗഫീഖ് റീപേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 24 ഷൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് 2020-ലോ അല്ലെങ്കിൽ 2022-ലോ ഉണ്ടാകുന്ന ഫണ്ട് ഇതിൻ്റെ പേരിൽ എഴുതി ചേർക്കുന്നത്? പ്രഥമദൃഷ്ട്യ നൈസാം സലാമോ ആഭ്യന്തര കുറ്റവാളിയോ അതിൻ്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത്. ആൻഡ് ഈ പറഞ്ഞ എന്തായിരുന്നു അപ്പം നമ്മൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. ആൻഡ് ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ബിക്കോസ് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾ ഇതിനു മുമ്പും ഇതേ 1,55,00,000 പേരിൽ
2 കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കേസ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വിവേക് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഉംറ ബിസിനസ്സിൽ, അതായത് തൗഫീഖിന് ഉംറ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ആളെ കയറ്റി വിടണം. ട്രാവൽ ഏജൻസി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. അത് കാശ് കൊടുത്തതിന് ശേഷം അങ്ങനെ ഇവർ തമ്മിലൊരു ഡോക്യുമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിലൊരു 8 ചെക്ക് കേസ് നിലവിലുണ്ട്. 8 ചെക്ക് കേസ് ഈ തൗഫീഖിൻ്റെ പേരിൽ ഈ വിവേക് വിശ്വം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി ബിസിനസ്, അതായത് ഹജ്ജ് ഉംറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അതേ ഈ 1,55,00,000 രൂപയുടെ പേരിൽ വേറൊരു ക്ലെയിം പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന 1,55,00,000 രൂപയുടെ പേരിൽ ഇയാൾ 3 പ്രാവശ്യം 3 അലിഗേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ്, രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഈസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നോ ഈ വിവേക് വിശ്വം എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ഇവർ എന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനോ നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മൾ റിലീസ് 17-ാം തീയതി ഫിക്സ് ചെയ്തിരുന്നു. ആ 17-ാം തീയതി ഒരു 7-ാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോൾ വരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം വിവേക് വിശ്വന്. അപ്പോൾ ഞാൻ വിവേകിനോട് പറഞ്ഞു, ഫോണിലാണ് ഇത് വാട്സപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ 50 ലക്ഷം രൂപ ഞാൻ എന്തടിസ്ഥാനത്തിലാണ് തരുന്നത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഈ എഗ്രിമെൻറ്റിനകത്ത് ആകെ ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ്. ഈ ടൈറ്റിലിൻ്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേയിലോട്ട് എത്തിയത്. ഇപ്പോൾ ഈ ജില്ലാ കോടതിയിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തൗഫീഖ് എതിരെ പല പ്രാവശ്യം ഈ വിവേക് വിശ്വം ഇതേ എമൗണ്ടിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, 8 ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസാണ്. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, നമുക്ക് പടം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിൻ്റെ കേസ്, അതായത് ഈ ഈസി ഫ്ലൈയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അയാൾ പിൻവലിക്കാം, 25 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുകയാണ്, എന്നോട് പറയുന്നത് അവർ തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ റെഡി, പക്ഷേ ഞാൻ 25 ലക്ഷം കൊടുക്കണം എൻ്റെ സിനിമയെ വിടാൻ. ഞാൻ പറയുകയാണ്, ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ചായ പോലും മേടിച്ച് കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല ലൈഫിൽ. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ഇവർ എന്തെങ്കിലും തെളിവ് ഈ ഈസി ഫ്ലൈയോ വിവേക് വിശ്വൻ എന്ന് പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ടൊരു ട്രാൻസാക്ഷൻ, ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു 9 ലക്ഷം രൂപ. ഇവർ പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ്. ഇവർ രണ്ടുപേരും എനിക്കൊരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല. കാരണം ഞാനുമായിട്ട് സംസാരിക്കുന്ന പോലും ഈ 7-ാം തീയതിയാണ്. കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കഴിഞ്ഞ 7-ാം തീയതി മുതൽ നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്. തൗഫീഖ് ഈസി ഫ്ലൈ തൗഫീഖുമായിട്ടുള്ള ഇഷ്യൂ വിടാം, അത് വേറെ വിഷയമാണ്, സിനിമയുമായിട്ടുള്ളതിന് ഞാൻ 25 lakhs കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഇന്നലെ പോലും എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ, ഇന്നാണെങ്കിൽ 50 ലക്ഷം, നാളെയാണെങ്കിൽ 1 കോടി. അപ്പോൾ എനിക്ക് വേറെ മാർഗ്ഗമില്ല. എങ്ങനെയാണ് ഇവർ ജില്ലാ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ സമ്പാദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഹൈക്കോടതിയിൽ നിന്ന്. ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡായി. അപ്പോൾ എനിക്ക് എൻ്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. കാരണം 8-9 കോടി രൂപ മുടക്കിയ പടമാണ്. ഞാൻ ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന 25 ലക്ഷം, ഞാൻ 25 ലക്ഷം കൊടുത്തിരിക്കും. കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഈ 9 കോടി രൂപയുടെ ബാധ്യത ഞാൻ എൻ്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ആ കാശ് കൊടുത്താൽ മതി. ഞാൻ വാങ്ങിയിട്ടില്ല എന്നും ഈ സിനിമയ്ക്ക് എൻ്റെ കമ്പനിക്കോ എൻ്റെ ക്രൂവിനോ ആർക്കും ഒരു ബന്ധമില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനായിട്ടാണ് സുപ്രീം കോടതി പോയത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 5-ാം തീയതിയോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ മാസം മെയ് പകുതിയോടുകൂടി
പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം. അത് കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഈ വിവേക് വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു, ഈസി ഫ്ലൈയെ ചലഞ്ച് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പ്രൂഫ്, ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത്. പിന്നെ ആകെ ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവരുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ്. അതിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെടുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്നാണ് പറയുന്നത്. അത് അവർ തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ് എൻ്റെ കമ്പനിയും എൻ്റെ സിനിമയും ബാധ്യത? ഞാനിതിനകത്ത് ആകെ പെട്ടുപോയത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ മാത്രം അവർ രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റിൽ ഫിലിം ചേംബറിൻ്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ടുണ്ടാക്കിയ എഗ്രിമെൻ്റാണ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഈ സിനിമയിൽ ₹1 പോലും, അതായത് ഒരു സേഫ്റ്റി പിന്ന് വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ വിവേക് വിശ്വനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്കോ ഇതിനകത്തൊരു പങ്കുമില്ല. അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്കാക്കി വെക്കേണ്ട കാര്യമില്ല, ഈ സിനിമ റിലീസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. ആൻഡ് ഈ ക്രൗൺ പ്ലാസയിൽ വെച്ച് തന്നെയാണ് 2 ദിവസം അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നത്. ആൻഡ് പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് ഒരു 1,20,00,000 ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം. എന്തിൻ്റെ പേരിലാണ് ഇതിങ്ങനെ തടയുന്നത്? അതായത് ഇയാൾ ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിൻ്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട്, നമുക്ക് പേടിയില്ല, സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾ താല്പര്യമില്ല, പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട്. വെറും 25 ലക്ഷം രൂപയിലേ ഉള്ളൂ, അത് കൊടുത്തൊഴിവാക്കുന്നു. ഇതിനിടയിൽ എനിക്ക് ആളിനെ കണ്ടിട്ടില്ല. ഒരു PR ടീം, അതായത് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഉസ്മാൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എൻ്റെ ഓവർസീസ് ബിസിനസ്, എല്ലാ OTT പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ, എനിക്കറിയില്ല, ഒപ്പാറ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞ, ഒരു മാർക്കറ്റിംഗ് കമ്പനി. അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ കാശ്, ഇത് ആർക്കാണ് ഈ കാശെന്ന് എനിക്കറിയില്ല. അവർ തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർത്തോളണം, ആ കാശ് വാങ്ങിയെടുക്കണം. ഇത് എൻ്റെ പേരിൽ വന്ന് 25 ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിന് ഞാൻ കൊടുക്കുന്നത്? നിങ്ങൾ ഈ മീഡിയാസ് മനസ്സിലാക്കണം, ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചിലവാകും. ഈ 25 ലക്ഷം രൂപ എനിക്ക് അവിടെ ചിലവുണ്ട്. അപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവർ കോടതിയിൽ, ജില്ലാ കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞു, സമാനമായ കേസിൽ ഇവർ ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട്. അതായത് RDXും മഞ്ഞുമേൽ ബോയ്സ് പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ്, ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ജഡ്ജ് ചോദിച്ചത്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടോ, എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടോ? ആ കോടതി വിധി നിങ്ങൾക്ക് ഞാൻ എവിടെ തരാം? ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫീഖും ഇവരുമായിട്ടുള്ള ഈസി ഫ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു, ആ കേസിൻ്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തുണ്ട്. എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി സമ്പാദിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല. ഈ വെക്കേഷന് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് എനിക്ക് റിലീഫ് വേണം. അപ്പം എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അപ്പം ഞാൻ മൂവി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മെയ് 10 ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, അത് നേരത്തെ വിളിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് തോന്നി. എന്താ പറയുക, ഈ ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സിറോക്സ് കോപ്പി തരാം. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കേസിൽ എന്തൊക്കെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്നുള്ളത്. അതായത് ഈ പറയുന്ന വിവേക് വിശ്വം എന്ന് പറയുന്ന ആൾ എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും 2022 മുതൽ ഈ എമൗണ്ട് റീപേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നും അതിൽ 32 ലക്ഷം രൂപ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ അക്കൗണ്ട് ത്രൂവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈൻഡിങ്സ് തന്നെയാണ്. വെറുതെ ഒരു ജഡ്ജി ഇരുന്ന് പറഞ്ഞ ഓർഡർ അല്ലാതെ. ആൻഡ് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇവിടെ DYSP ഓഫീസിൽ ട്രിവാൻഡ്രത്ത് കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അൺട്രസ്റ്റ് വർത്തി എന്നുള്ള പേരാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇതിപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് ബുക്ക് ചെയ്യുന്നതിനാണ് എത്ര ത്രെട്ടനിങ് കോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചാൽ മതി. ഒരു ടെലിഫോൺ ലാൻഡ് ഫോണിലേക്ക് വരുന്ന ഒരു കോളാണ്. ഇന്ന് ഇവിടെ ഈ ആഭ്യന്തര കുറ്റവാളിയുടെ പ്രസ് മീറ്റ് നടക്കുമ്പം
ഇഷ്യൂസ് ഉണ്ടാവും. എന്ത് ഇഷ്യൂ ഉണ്ടാവാൻ പോണേന്ന് എനിക്കറിയില്ല. ആൻഡ് അങ്ങനെ വരെ ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് ആയിരിക്കും അവര് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുടെ. അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ, ഹൈക്കോടതിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ ഫർണിഷിങ്, അതായത് എമൗണ്ട് കെട്ടിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാനല്ല. അതിന് ഞാൻ റെഡിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എൻ്റെ അത് പോകും. എനിക്ക് ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പം ഞാൻ അത് പോയി മൂവ് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി കേസിരിപ്പുണ്ട്. അനുകൂലമായിട്ട് തന്നെ വിധി വരും. കാരണം ഈ ജില്ലാ കോടതി എന്നുള്ളൊരു വിധി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധി വരാൻ ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളത്. അല്ല, അതിൽ നമുക്കൊരു ഉത്തരവില്ലാത്തത് കൊണ്ട്. അല്ല, ഞാൻ പറയട്ടെ, അല്ല അങ്ങനെയല്ല, അല്ലല്ല, ഒരു കാര്യം പറയണേക്ക് സുഹൃത്തെ. ഞാൻ പറയട്ടെ ബ്രദർ, ഞാൻ പറയാം. അതായത് ജില്ലാ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കേസിന് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടില്ല. അതാണ് ഉദ്ദേശം. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് ഏറ്റവും വേണ്ടതും ടൈം. ഞാനിപ്പോൾ വക്കാലത്തിട്ട് അപ്പിയർ ചെയ്തു, ഒരു ടൈം മാറ്റി വയ്ക്കും. ഈ മാറ്റി വയ്ക്കും, കേസ് പോസ്റ്റ്പോൺ ചെയ്യും, സമയം തള്ളുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് എനിക്ക് എമർജൻസി റിലീഫ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കാനില്ല. എൻ്റെ പേരിൽ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് 100% നിങ്ങൾ അത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഈ പറയുന്ന ഇനിയിപ്പോൾ എനിക്ക് വിവേക് വിശ്വൻ മാത്രമല്ല, ഇത് വിവേക് വിശ്വനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ കോൾ റെക്കോർഡ്സ് ഒരുപാട് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഞാൻ ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നിടത്ത് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ എൻ്റെ ആസിഫ് അലിയുടെയും ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇവരോട് ചലഞ്ച് ചെയ്യാണ്. ഒരു പ്രൂഫ്, ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുള്ള വളരെ വിഷമത്തിലാണ്. കാരണം എനിക്ക് ഫാമിലി ഉള്ളതാണ്. അല്ല, ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കേസ് നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന വിവേക് വിശ്വം പലതവണയായിട്ട് ലൈവിൽ വന്നിട്ട് ആസിഫിൻ്റെയും പ്രൊഡ്യൂസറുടെയും എൻ്റെയും പേരുകൾ വലിച്ചെടുക്കുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു ഇതാണ്, ഇവരുടെ ഫോട്ടോ വച്ച് പബ്ലിഷ് ചെയ്യുവാണ്. അല്ല, അതൊരു കുറ്റം. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്താലോ ഓക്കെ. ഇത് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ് പെടുത്തുന്നത്. ഇപ്പം എല്ലാ രീതിക്കും ഒരാൾ ആലോചിക്കുക, ഒരാൾ സിനിമ ചെയ്യാൻ, ഞാൻ 10-20 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഈ ആദ്യത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പുതിയ ആളാണ്, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ കൃത്യമായിട്ടും ആ 25 ലക്ഷമോ 50 ലക്ഷമോ കൊടുത്തിരിക്കും പേടിച്ചിട്ട്. ഇതെനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനോട്ട് ഒരു ബന്ധമില്ല, ഇതിനൊരു ബന്ധമില്ല. ഇത് നഷ്ടങ്ങൾ എത്ര കോടിയുടെ നഷ്ടമാണെങ്കിൽ ദൈവത്തിന് മാത്രം അറിയാം. ഇനി എന്നാൽ ഇത്ര കോടിയുടെ നഷ്ടമാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ആദ്യം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളത്. എനിക്കെതിരെ ഈ എന്താ പറയുക, ഇങ്ങനെ കംപ്ലൈൻറ്റ് തന്ന അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് എന്നെ ബുദ്ധിമുട്ടിച്ച അയാളെ ഞാൻ വിടില്ല. കാരണം എനിക്ക് അയാൾക്കെതിരെ ഞാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും കേസിന് പോകും. പിന്നെ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനി, അതിലെ അജീമേഡയിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് കുറേ പടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പുള്ളിയൊക്കെ ഇത്രയും ചതി ആരോടും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമ അറിയാം, ഞാൻ സിനിമയിലുണ്ടായിരുന്നു, ഇതുപോലെ ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്നെങ്കിൽ ഞാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കില്ല. എനിക്ക് അത്ര പോലും ഇതിനെക്കുറിച്ച് അറിവില്ല. ഈ ടൈറ്റിൽ അവർ സ്വമേധയാ ക്യാൻസൽ ചെയ്ത ടൈറ്റിൽ എനിക്ക് പുതിയ ഫിലിം ചേംബർ എനിക്ക് അനുവദിച്ചു തന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ പേരിലാണ്. അപ്പം എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് എന്താ തെളിവ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നൊരു കേസിലാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പോയി പെട്ട് എവരിത്തിനും ഒരു സിംഗിൾ പൈസയുടെ ബിസിനസ് ഈ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനൊക്കെ കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് 2 സിനിമകളിൽ ഉണ്ടായ ഒരു മാർക്കറ്റ്, അത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ ഇത്രയും വലിയ അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടായത്. കാരണം ഒരു ബന്ധമില്ല. ഞാൻ പറയല്ലേ, അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരട്ടെ, നാളെ രാവിലെ ഞാൻ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് ഈസി ഫ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ടൈറ്റിൽ തന്ന കമ്പനിയാണ്. അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു സേഫ്റ്റി പിന്ന് പോലും ഇവരിൽ നിന്ന് ആരെയും കാശ് വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും? കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇപ്പോഴും ഈ നിമിഷവും കണ്ടിട്ടില്ല.